അറ ശ്രീനിവാസൻ നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുള്ള പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല. അവനോട് മുള്ളാൻ പറയണം. മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും. അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത്. പണ്ടാറം എന്നാലും നല്ല പയ്യൻ. അവന് വിളിക്കൂ, ഞാൻ എന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. എന്താണ്? ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. കാണിച്ചു കൊടുക്കൂ. ഇത് മതി, നോക്കി ഇഷ്ടമായോ? നന്നായിട്ടുണ്ട്. നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണിയിലല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട്? പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറേ നിർമ്മൽ, നീ ഇതുവരെ എവിടെയായിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരേ നിർമ്മൽ, ഇത് ഉണ്ണി, നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിത്തോളൂ. അരേ നിർമ്മൽ ഇറക്കൂ. നീ എങ്ങോട്ട് പോകുന്നു? റോക്കറ്റ് വിടുമ്പോൾ ഇങ്ങോട്ട് വരും, സ്പുട്നിക്ക് വിടുമ്പോൾ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ ചത്തു പോയാൽ ഈ കട നടത്തേണ്ടത് നീയാ. ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാരം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. നാ ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, BP ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട പോലെ ശാകുന്നെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോകണം. നല്ലത്. പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നു ദേവാ. ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ വീഡിയോ അവിടെ നിർത്തും മാറ്റും. അറിയക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാറ്? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുരാണ പടങ്ങൾ കാണൂ. നിക്കു നിക്കു, നിനക്ക് രൂപ വല്ലതും വേണോ? കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും 2 ലഡുവും തിന്നോ. ചെല്ലു ചെല്ലു. ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ വെങ്കടേശ്വരപ്പൈ, ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? പണി നോക്കണ്ടെന്ന് പറയാനാ. ഇവിടെ ഞങ്ങൾക്കൊക്കെ 8 മണിക്കൂറാ പണി, താൻ 12 മണിക്കൂറാ പണിയുന്നത്. മുതലാളിയെ സന്തോഷിപ്പിക്കാനായിരിക്കും. മുതലാളിയെ മണിയടിച്ച് ഞങ്ങൾക്കിട്ട് വേല വെച്ചോണ്ടല്ലോ. ഇതാ യൂണിയൻ മെമ്പർഷിപ്പാ. വരിസംഖ്യ ഭജന എടുത്തേ. എനിക്ക് വേണ്ട. യൂണിയൻ ചേരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടല്ലേ? യൂണിയനിൽ ചേരാതെ ഇവിടെ നിന്ന് പണിയെടുക്കാനൊക്കത്തില്ല, പറഞ്ഞേക്കാം. നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ അത് ശ്രീരാമ പട്ടാഭിഷേകം. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമനെ ചിതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേറ്റ് ഗാലി ഗാലി പാൻറിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ്ങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം വരുന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം?
ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിടുന്ന് എന്ത് കേട്ടാ കാണുന്നെന്ന് അറിയാമോ? ബാക്കണ്ണ ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്, എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളിലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താളയിരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ, ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാക്കും ചേർന്നിറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റിസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണ, ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, ശ്രീനിവാസനോ? പോയി പണറൂ 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാല എടുത്ത് ഉറപ്പാണോ? അന്ന് കളപ്പങ്ങൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല, നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണു? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണോ? മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട. അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പണിയാം. എന്റെ അച്ഛനോട് സ്നേഹത്തിൽ നിന്നാ എന്ത് കാര്യവും സാധിക്കാം. ആ, പണിസാധനമൊക്കെ ആയല്ലോ. ഇനി എന്തെങ്കിലും വേണോ? മതി, ധാരാളം മതി. എന്നാ ഞാൻ വരട്ടെ. ഓ, ആ, ഇരിക്കൂ, ഇരുന്ന് പണിതോളൂ. ഉണ്ണി, വരൂ. അത് മേനോൻ സാറിന്റെ വീടാ. അച്ഛന്റെ സ്നേഹിത മേനോൻ സാറ്. ഉണ്ണിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആരുമില്ലേ? നിർമ്മൽ, ആ, വാരിക്കോ വാരിക്കോ. ഞങ്ങളുടെ ഭാഷ വേറെ ഒറ്റ കുഞ്ഞിന് പറയാൻ പറ്റുമോ? അതാ ഞങ്ങളുടെ ഭാഷയുടെ ഗുണം. ഓ, ആ, അങ്കിളില്ലേ? അച്ഛന് നേരത്തെ സ്റ്റേഷനിൽ പോയി. ചേച്ചിയോ? ചേച്ചി, ദേ ഹരേ നിർമ്മൽ വന്നിരിക്കുന്നു. മാർച്ചിലല്ലേ സിന്ധുവിന്റെ NCC ക്യാമ്പ്? നിർമ്മൽ ക്യാമ്പിൽ പോകുന്നില്ലേ? പിന്നെ പോകാതെ. ക്യാമ്പിന് പോകാൻ വേണ്ടിയല്ലേ NCC ചേരുന്നത് തന്നെ. പിന്നെന്താ സാറ് പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതാ. അവിടെ പുതിയൊരു പണിക്കാരൻ താമസിക്കുന്നുണ്ട്. ഓ, അതായിരുന്നല്ലേ ഇന്നലെ രാത്രി ഇവിടെ വെളിച്ചം കണ്ടത്. ആ. സിന്ധു, നിർമ്മലിന് ചായ കൊടുക്കുന്നില്ലേ? ആ, എന്താ ചായ തരാത്തേന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ആ, പിന്നെ 1 മാസം മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതും വേണം. ആ, അതൊക്കെ തീർന്നു. ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഷോ, ഓർത്താ ഞാൻ വന്നത് തന്നെ. ഇരിക്കെ, ഉള്ളതൊക്കെ കൊണ്ടുവരാം.
എത്രയും പ്രിയപ്പെട്ട അമ്മൂട്ടിക്ക് അമ്മൂട്ടിയുടെ ഭാഗ്യം കൊണ്ടാവും വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഈ വലിയ നഗരത്തിലെ ഒരു വലിയ സ്വർണ്ണക്കടയിൽ ജോലി കിട്ടിയത്. മുതലാളി നല്ല ആളാണ്. ഒറ്റയ്ക്കൊരു വീട്ടിലാണ് ഞാനിരുന്ന് പണിയുന്നതും താമസിക്കുന്നതും. എനിക്കിവിടെ ഒരു വിഷമമേ ഉള്ളൂ, അമ്മൂട്ടിയെ കാണാത്ത വിഷമം. ഭാർഗവേട്ടൻ ഇപ്പോഴും കെട്ടണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല അമ്മൂട്ടി, അമ്മൂട്ടി ആരും കെട്ടില്ല. കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കെട്ടുന്നതിനെ ഞാൻ കൊല്ലും. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ. അതിനു മുമ്പ് ഇനി നാട്ടിലേക്ക് വരില്ല. ലീലേച്ചിയെ കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹം കാണില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോവില്ലേ? ലീലേച്ചിയോട് എന്റെ വിശേഷം പ്രത്യേകം പറയണം. അമ്മൂട്ടിക്ക് സുഖമാണെന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കുന്നു, അമ്മുവിന്റെ തട്ടാക്കുട്ടി. ലീലേച്ചി, അയ്യോ എന്താ പിന്നെ കിതയ്ക്കുന്നത്? ഓടിയിട്ടാ. വലിയ പട്ടണത്തിൽ വലിയ സ്വർണ്ണക്കടയിൽ തട്ടാക്കുട്ടിക്കൊരു ജോലി. ഉണ്ണിക്ക് ജോലി കിട്ടിയോ? ലീലേച്ചി കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹമില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോവില്ലേ? എവിടെയും മോളെ കത്ത് കാണട്ടെ. കത്തേ എനിക്കുള്ളതാ. നിനക്കുള്ള ഭാഗം ഞാൻ വായിക്കില്ല. എന്നാലും എനിക്ക് നാണാവും. താ മോളെ. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ. നിന്നെ തള്ളിയോ? അവന്മാരെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ. നമ്മൾ ഇപ്പോൾ തന്നെ പോലീസിന് ഫോൺ ചെയ്ത് അവന്മാരുടെ സാർത്ഥം. വേണ്ട മുതലാളി, അവരെ പോലീസിൽ ഏൽപ്പിച്ച ഇനി അവരെ കൊല്ലാൻ പോലും മടിക്കില്ല. തള്ളിക്കൊല്ലാൻ നീ എന്താ പട്ടിയോ പൂച്ചയാണോ? അവന്മാർ സമരം ചെയ്യാൻ പോണു പറഞ്ഞ് നോട്ടീസ് തന്നിരിക്കണു. ചെയ്യട്ടെ, നമ്മൾ സ്വർണ്ണക്കട പൂട്ടിയിടും. പൂട്ടിയിട്ടാൽ നമ്മൾക്ക് പരമസുഖമാണ്, ഒരു ടെൻഷനുമില്ല. വീട്ടിലിരുന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിക്കാം. ശരീരം നന്നാവുകയും ചെയ്യും. കട പൂട്ടിയിടൊന്നും വേണ്ട പപ്പ. നിനക്ക് പ്രാന്താണ്. ഞാനല്ലേ കട പൂട്ടണേ? എന്റെ പപ്പ ഗോപാലപ്പൈ സത്തപ്പോ ഹാഫ് ഡോർ തുറന്നു വെച്ച് കച്ചവടം നടത്തിയവനാണ് ഈ ഞാൻ, വെങ്കടേശ്വരപ്പൈ. ബപ്പയാണെങ്കിലും സത്തപ്പ പോയി. കല്യാണ പാർട്ടിക്ക് പറഞ്ഞ സാധനം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ കല്യാണം മുടങ്ങും, നമ്മളുടെ ഗുഡ്വിൽ പോകും. നീ പേടിക്കൊന്നും വേണ്ട ഉണ്ണി. നീ ധൈര്യമായിട്ട് പോയി പൊന്നുമണി ചെയ്യൂ. ധൈര്യമായിട്ട് പോകൂ ഉണ്ണി. അരെ ഉണ്ണി പോകൂ. അരെ നിർമ്മൽ, നിന്റെ മാറുകയിൽ ഇവനെ കൊണ്ടാക്കൂ. വരൂ ഉണ്ണി. അനിക്കുണിക്കൂ. നീ ഇടയ്ക്കൊക്കെ ചെന്നായി ഇവന് നല്ല ധൈര്യം കൊടുക്കണം. ധൈര്യം കൊടുക്കാൻ നിനക്ക് എവിടുന്നാണ് ധൈര്യം? ചെല്ലു. മായച്ചി വന്നോണ്ട് അവര് പോയത്. എന്നിട്ട് നീ മായച്ചിയോട് നന്ദി പറഞ്ഞോ? പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരോട് നിന്നില്ല. നന്ദി പറയാൻ വേണ്ടി ആരെങ്കിലും നിന്ന് തരുമോ? നീ ഒരു മണുക്കൂസ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താ അതിന് താങ്ക്സ് പറയണം, അല്ലെങ്കിൽ മോശമല്ലേ? എനിക്കൊന്നും അറിഞ്ഞുകൂടാനിട്ടാ. ശരി, നീ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. എന്താ പോരെ? അത് മതി. എണീക്കടാ. എനിക്കൊന്ന് വേഗം എണിച്ചാട്ടെ. ചേടാ, നന്ദി പറഞ്ഞ കാല് കെട്ടി വീണിട്ടല്ല. കാലെ കെട്ടി വീണെന്ന് പറഞ്ഞില്ല എന്നോട്. പണിക്കാരൻ ഇവരെ രക്ഷപ്പെടുത്തിയതിന് നന്ദി പറയാൻ വന്നതാ. പട്ടണത്തിലൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ തന്റെ ഇടം വേണം. ഇങ്ങനെയായാലും എങ്ങനെയാ? എന്നെ പോലെ അല്ലേ മായ ചേച്ചി? ഓ, തന്റെ ധൈര്യം കോളേജ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അതിപ്പോ പോലീസുകാർ വന്നാൽ ഞാൻ ഓടും. ഇരിക്കൂ. ഇരിക്കടാ. എവിടെ വീട്? തൃത്താല. ഇങ്ങനെ പേരും സ്ഥലമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു വിടാനാണോ മായ ചേച്ചിയുടെ ഉദ്ദേശം? അത് നടപ്പില്ല.
കാപ്പി തരുന്നില്ലേ? ദേ ഉണ്ണിയപ്പം വേണം. ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ വേറൊരു കുട്ടിയുണ്ട്, ഒരു മനുഷ്യൻ പറ്റൂല. ഓ സിന്ധു, അറുത്ത് മുറിച്ച് സംസാരിക്കെങ്കിലും ആ കുട്ടിയും പാവാ. ദേ വരുന്നുണ്ട്. ആഹാ, ഇതാര്? സിന്ധു ആള് കൊള്ളാമല്ലോ. വെള്ളം എടുക്കാൻ വന്നപ്പോ സിന്ധുവിനെ വരട്ടി അല്ലേ? നീ ഇരുന്നോടാ. ഇരുന്നോളൂ. കണ്ടോ, ഇരിക്കാൻ പറഞ്ഞില്ലേ? ഇപ്പൊ സിന്ധുവിന് മനുഷ്യപ്പറ്റുണ്ടോ? മനുഷ്യ പറ്റോ? അതെന്ത് പറ്റാ? അത് അതൊന്നുമില്ല. ആ ഉണ്ണിയപ്പം വന്നല്ലോ. കൊതിയൻ. ഉറക്കത്തിൽ അറിയാതെ കൈകൊണ്ട് പൊട്ടതാ. ഉണ്ണി, ഇനി പൊട്ടത് നന്നായിട്ട് വിളക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിയില്ലെങ്കിൽ ഇവർക്ക് എന്താ പണി? അല്ലേ കൊച്ചേട്ടാരെ? ഈ പൈസ ഒന്നും വേണ്ട. അത് പറ്റില്ല. ജോലി ചെയ്താ പൈസ വാങ്ങണം. ദാ വാ. എന്താ ഉണ്ണി, പേടിയൊക്കെ മാറിയോ? ഇപ്പൊ തന്റെ ഇടം തോന്നുന്നുണ്ടോ?